ആരംഭിക്കാം. തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. പഞ്ചമസ്കന്ധം 14-ാം അധ്യായം ശ്ലോകം 15 മുതൽ ആരംഭിക്കും അല്ലേ? അതെ അതെ. ക്വചിത ആസാദ്യഗൃഹം ദാവവത് പ്രിയാർത്ഥവിധുരം അഫ്ഘോദർക്കം ശോകജ്ഞാദഹ്യമാനോഭൃശം നിർവേദമുപഗച്ഛതി. സംസാരവനം, ഈ സംസാരം ഒരു വനമാണെന്ന് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ചിലയിടത്ത് ആസാദ്യഗൃഹം ദാവവത്, ഗൃഹത്തെ പ്രാപിച്ചിട്ട് ദാവവത് കാട്ടുതീ പോലെയുള്ള, ദാവം കാട്ടുതീ, ദാവവത് കാട്ടുതീ പോലെ, പ്രിയാർത്ഥവിധുരം അസുഖോദർക്കം, പ്രിയങ്ങളായ അർത്ഥങ്ങൾ, പദാർത്ഥങ്ങൾ, വസ്തുക്കൾ, ഇഷ്ടപ്പെട്ട ഭൗതിക പദാർത്ഥങ്ങൾ അത് ദുഃഖിപ്പിക്കുന്നതാണ്, വിധുരത ഉണ്ടാക്കുന്നതാണ്. അസുഖോദർക്കം മേൽക്കുമേൽ ദുഃഖമുണ്ടാക്കുന്നതുമാണ്. ഇഷ്ടപ്പെട്ട ഏത് ഭൗതിക പദാർത്ഥങ്ങളും നമുക്ക് വിധുരത ഉണ്ടാക്കും, അത് അസുഖത്തെ ഉണ്ടാക്കുന്നതാണ്. ശോകാഗ്നിന ദഹ്യമാന, കാട്ടുതീ പോലെ ദുഃഖമാകുന്ന തീ കൊണ്ട് ദഹിപ്പിക്കപ്പെട്ടവനായിട്ട് നിർവേദം ഉപഗച്ഛ, വിരക്തിയെ പ്രാപിക്കുന്നു. കാട്ടുതീയിൽ അകപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ ഭാരം ഇതെങ്ങനെയാണ്? കാട്ടിൽ കൂടി സഞ്ചരിച്ച കാട്ടുതീയിലകപ്പെടാം. കാട്ടുതീ എന്ന പോലെ ക്ലേശിപ്പിക്കുന്ന തീ നാട്ടിലുണ്ട്. എന്താണ്? ഇഷ്ടവസ്തുക്കൾ മേൽക്കുമേൽ ദുഃഖമുണ്ടാക്കുന്നതായ ഗൃഹത്തിൽ പ്രവേശിച്ച് ദുഃഖാഗ്നിയാ ദഹിപ്പിക്കപ്പെട്ട് ഈ ഗൃഹസ്ഥാശ്രമം വേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിർവേദത്തെ പ്രാപിക്കും നാട്ടിൽ. സുഖമാണ് എന്ന് വിചാരിച്ച് സ്വീകരിക്കുന്ന ഈ ഗൃഹസ്ഥാശ്രമം അവസാനം ദുഃഖമാണെന്ന് അറിയുമ്പോൾ കാട്ടുതീയിൽ ചാടിയവനെ പോലെ ദുഃഖിക്കും എന്ന് പറയും. ഈ ദുഃഖം നിർവേദത്തിന് കാരണമായി. അങ്ങനെയാണ് ഇന്ന് ഗൃഹസ്ഥാശ്രമികളായ പലരും അതുകൊണ്ട് നേരിടുന്ന ദുഃഖം സഹിക്കാതാവാഞ്ഞിട്ട് വിരക്തി പ്രാപിച്ചിട്ട് എന്താണ് ഇതേപോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് ഇറങ്ങി ആശ്രമങ്ങളിലേക്ക് പോയി, ക്ഷേത്രങ്ങളിലേക്ക് പോയി, അതൊക്കെ വിരക്തി കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പോക്കാണ്. കാട്ടുതീയിൽ എരിഞ്ഞതിന്റെ അനുഭവം കൊണ്ടാണ് ഇങ്ങനെ പോവുക. അപ്പം വനത്തിൽ കാട്ടുതീയാണെങ്കിൽ നാട്ടിൽ ഈ ശോകമാകുന്ന കാട്ടുതീയ് അത് നമ്മളെ ദഹിപ്പിച്ചുകൊണ്ട്, തീ കൊണ്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വസ്തുക്കളും പോയി ശാന്തമാകും. അതാണ് നിർവേദം. ആ അവസ്ഥയിലേക്ക് എത്തി. ക്വചിദാസാദ്യഗൃഹം ദാവത്രിയാർത്ഥവിധുരമസുഖോദർക്കം ശോകാഗ്നിനാദഹ്യമാനോ ഭൃശം നിർവേദമുപഗച്ഛതി. ക്വചിദാസാദ്യഗൃഹം ദാവത്രിയാർത്ഥവിധുരമസുഖോദർക്കം ശോകാഗ്നിനാദഹ്യമാനോ ഭൃശം നിർവേദമുപഗച്ഛതി. ക്വചിത് കാലവിഷമിത രാജകുല രക്ഷസാപഹൃത പ്രിയതമ ധനാസു പ്രമൃതകൈവാം വിഗത ജീവലക്ഷണ ആസ്തേൻ. ക്വചിത് ചിലപ്പോൾ കാലവിഷമിത, കാലത്താൽ വിഷമസ്ഥിതിയിൽ അകപ്പെട്ടവരായ രാജകുല രക്ഷസാപഹൃത, രാജകുലങ്ങളാകുന്ന രാക്ഷസന്മാരാൽ അപഹരിക്കപ്പെട്ട പ്രിയതമ, ഏറ്റവും ഇഷ്ടപ്പെട്ട
ധനാഫു ധനമാകുന്ന പ്രാണൻ. പ്രിയതമ ധനാഫു ധനമാകുന്ന പ്രാണൻ. ഈ പ്രാണനെ ഒരു ധനമാണെന്ന് സങ്കല്പിച്ചു ആയിട്ട് പ്രമൃത കൈവ ഒരു ശവം പോലെ, പ്രമൃതകൻ ശവം പോലെ വിഗത ജീവലക്ഷണ ആസ്തി, ജീവലക്ഷണമില്ലാത്ത ഒരു ജഡം പോലെയായിട്ട് ആസ്തയെ വസിക്കുന്നു. വനത്തിൽ രാക്ഷസന്മാർ യക്ഷരക്ഷസുകൾ ജീവനെ അപഹരിക്കാം. നാട്ടിലും ഇത് തന്നെ സംഭവിക്കുന്നു. ചിലപ്പോൾ കാലദോഷം കൊണ്ട് പ്രതികൂലാവസ്ഥ ഉണ്ടാവാം. നമ്മൾ പറയും എന്റെ കാലദോഷമാണ്, അത്ര തന്നെ. ചിലപ്പോൾ രാജകുലമാകുന്ന രാക്ഷസന്മാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ ചിലപ്പോൾ രാക്ഷസന്മാരെ പോലെ ആവാം. അവർക്ക് അതിപ്രിയമായ ധനത്തെയും പ്രാണനെയും അപഹരിച്ചാൽ ജീവൻ മാത്രം നിലനിർത്തുന്നതല്ലാതെ മരിച്ചവരും തുല്യമായിട്ട് ജീവിക്കും. നാട്ടിലും ഇതുതന്നെയാണ് സംഭവിക്കുക. അവിടെ യക്ഷന്മാരും രക്ഷസുകളുമാണ് പ്രാണനെ അപഹരിക്കുന്നത്. ഇവിടെ രാക്ഷസന്മാരായി വിരാജിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ ധനവും അപഹരിക്കും, നമ്മുടെ ജീവനും അപഹരിക്കും. എന്നിട്ട് ഇത് രണ്ടുമില്ലാത്തവരായിട്ട് മൃതപ്രാണരായിട്ട് കഴിഞ്ഞുകൂടിയിട്ട് വരും ഈ നാട്ടിൽ എന്നാണ്. ക്വചിത് കാല വിഷമിതരാജകുല രക്ഷസാപഹൃത പ്രിയതമ ധനാസു പ്രമൃത കൈവ വിഗത ജീവലക്ഷണ ആസ്തേയം. ക്വചിത് കാല വിഷമിത രാജകുല രക്ഷസാപഹൃത പ്രിയതമ ധനാസു പ്രമൃത കൈവ വിഗത ജീവലക്ഷണ ആസ്തേയം. ക്വചിത് കാല വിഷമിത രാജകുല രക്ഷസാപഹൃത പ്രിയതമ ധനാസു പ്രമൃത കൈവ വിഗത ജീവലക്ഷണ ആസ്തേയം. കദാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യ സദിതി സ്വപ്നനിർവൃതിലക്ഷണം അനുഭവതി. കദാചിത് ചിലപ്പോൾ മനോരഥോപഗത പിതൃപിതാമഹാദ്യ സത്ത് മനോരഥത്തിൽ അകപ്പെട്ട മനോരഥ ഉപഗത പിതൃപിതാമഹാദി അസത്ത്, പിതൃക്കൾ, പിതാമഹന്മാർ മുതലായ അസത്ത് ഇല്ലാത്തതെന്ന്. സത്തുള്ളത് അസത്തില്ലാത്തത്. ഇല്ലാത്തവരെ സത്താണെന്ന് പോലെ കരുതിയിട്ട്, സത് ഇതി കരുതിയിട്ട് സ്വപ്ന നിർവൃതി ലക്ഷണം അനുഭവതി, സ്വപ്ന സുഖം പോലെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇഹലോക ജീവിതം നയിക്കുന്നു. മനോരഥം കൊണ്ട് ഒരു ഗന്ധർവപുരം പോലെ എത്രയെത്ര ആനന്ദ അനുഭവങ്ങളാണ് മനോരഥം കൊണ്ട് കിട്ടുന്നത്. കോട്ട കെട്ടി കോട്ട കെട്ടി കോട്ട കെട്ടി ഇങ്ങനെ ഞാൻ അങ്ങനെ സുഖിമാനായിട്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് വിചാരിക്കും. അത് ചിലപ്പോൾ ഈ മനോരഥം മരിച്ചുപോയ പിതൃപിതാമഹന്മാരെ കുറിച്ചാവാം. അവരില്ലാത്തത് കൊണ്ട് അവരുള്ളതുപോലെ ഭാവിച്ചിട്ട് അവരെ കൂടെയുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സുഖം അനുഭവിക്കും എന്ന് സ്വപ്നപ്രായമായ ആനന്ദം അനുഭവിക്കും. സാരം ഇതേ ഉള്ളൂ. മനോരഥം കൊണ്ട് ആനന്ദം അനുഭവിക്കുന്നത് വൃഥാവിലാണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാകാൻ പറ്റും. ആദ്യം അറിയില്ല. മനോരഥമാണ് ഏറ്റവും വലിയ സുഖം. എത്ര മണിക്കൂർ വേണമെങ്കിൽ എന്താണ് എത്രയെത്ര സുഖസമൃദ്ധികളെ കുറിച്ച് സങ്കല്പിച്ച് ആലോചിച്ച് അങ്ങനെ കഴിഞ്ഞു പോയത് എത്ര ആനന്ദമാണ്. അതൊരു സ്വപ്നം പോലെ മാത്രം. ഇത് സാക്ഷാത്കരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഇതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബന്ധുക്കള്, സുഹൃത്തുക്കൾ, വീട്ടുകാര്, മരിച്ചുപോയവർ എല്ലാവരെയും ഇല്ലാത്ത കൂട്ടി എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഗന്ധർവ നഗരം പോലെ സുഖമായി കഴിയുന്നു എന്ന് സങ്കല്പത്തിലുണ്ടാക്കുന്ന ആ സുഖസമൃദ്ധികളും ആനന്ദവും ഒരു സ്വപ്നം പോലെ അല്പം കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാണ്ടാകും. ഇതിന്റെ പേരാണ് ഗന്ധർവ നഗരം. അങ്ങനെ ഭൗതിക ലോക ജീവിതത്തിൽ മനക്കോട്ട കെട്ടി സങ്കല്പ സുഖം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. കഥാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യ സത്ത്
ഫദിതി സ്വപ്ന നിർവൃതിലക്ഷണമനുഭവതി കദാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യഫത്. ഫദിതി സ്വപ്ന നിർവൃതിലക്ഷണമനുഭവതി കദാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യഫത്. ഫദിതി സ്വപ്ന നിർവൃതിലക്ഷണമനുഭവതി ക്വചിത് ഗൃഹസ്ഥ ക്വചിത് ഗൃഹാശ്രമകർമ്മചോദന അതിഭരഗിരി മാരുത അതിഭരഗിരിം ആരുക്ഷമാണോ ലോകവ്യസനകർഷിതമനാഹം കണ്ടകശർക്കരാക്ഷേത്രം പ്രവിശന്നിവ ഫീദതി. ക്വചിത ചിലപ്പോൾ ഗൃഹാശ്രമ കർമ്മം, ഗൃഹസ്ഥാശ്രമികളുടെ കർമ്മത്തെക്കുറിച്ചുള്ള ചോദന, അതിന്റെ പ്രചോദന കൊണ്ട് അതിഭര ഗിരി ആരുക്ഷമാണോ, അതിഭരമായ ഗിരിയെ, എടുക്കാനാവാത്ത നല്ല ഭാരമുള്ള പർവ്വതത്തെ അതിക്രമിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മങ്ങൾ എന്ത് കർമ്മങ്ങളാണ് ചെയ്യുക? ആ കർമ്മങ്ങളൊക്കെ ഒരു ചോദന കൊണ്ടാണ്. വേദങ്ങളുടെയോ ഈശ്വരന്റെയോ കർമ്മത്തിന്റെയോ കുടുംബത്തിലെ മറ്റുള്ളവരുടെയോ ഒരു ചോദന കൊണ്ട് അതിഭരമായ വലിയ ഭാരമുള്ള ഗിരിയെ, പർവ്വതത്തെ ആരുലക്ഷമാണോ കയറുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ലോകവ്യസന കർഷിതമനാഹ, ലോകത്തിലുണ്ടാകുന്ന എല്ലാത്തരം ദുഃഖത്താലും ക്ലേശിക്കുന്നവനായിട്ട്, ലോകവ്യസനം കൊണ്ട് കർഷിതമായ ക്ലേശിതമായ മനസ്സോടു കൂടിയവനായിട്ട് കണ്ടക ശർക്കരാക്ഷേത്രം, കണ്ടകം മുള്ളാണ്, ശർക്കര കല്ലാണ്. മലയാളത്തിലെ ശർക്കരയല്ല, സംസ്കൃതത്തിലെ ശർക്കര. മലയാളത്തിൽ പറഞ്ഞ ശർക്കരയ്ക്ക് സംസ്കൃതത്തിൽ കല്ലെന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ ശർക്കരയ്ക്ക് ഗുഡം എന്നേ പറയുള്ളൂ, ഗുളം അല്ലെങ്കിൽ ഗുഡം എന്നേ പറയുള്ളൂ. ഇപ്പൊ കണ്ടക ശർക്കരാക്ഷേത്രം, മുള്ളും കല്ലും നിറഞ്ഞ സ്ഥലം, ക്ഷേത്രത്തെ കൃഷിസ്ഥലം, സ്ഥലത്തെ പ്രവിശന്നിവ പ്രവേശിച്ചവനെ പോലെ ഫീദതി, തളരുന്നു, ദുഃഖിക്കുന്നു. ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമികളുടെ കർമ്മം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വേദനയെ കുറിച്ചാണ്. കാട്ടിൽ ആകുമ്പോൾ ഒരു പർവ്വതം കാണുമ്പോൾ അത് കയറി അപ്പുറത്ത് കിടക്കാം എന്നൊരു കൗതുകം തോന്നും. വനത്തിലെ കാഴ്ച അതാണ്. ഇത് വനത്തിലെ അവസ്ഥ. അത് ഈ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമികൾക്ക് അവർ നടത്തേണ്ട കുറെ കർമ്മങ്ങളുണ്ട്. വേദം വിധിച്ചിരിക്കുന്ന കർമ്മം, പിതൃപിതാമഹന്മാരായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇങ്ങനെ കുറെ കർമ്മങ്ങൾ, അതെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പർവ്വതം കടക്കാൻ ശ്രമിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് ശ്രമം അനുഭവിച്ച് അക്കരെ കടക്കാൻ വേണ്ടി ശ്രമിക്കും. നല്ല കഷ്ടപ്പാടാണ്. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള ആൾക്കാർ അവനെ പ്രശംസിക്കും. നോക്കൂ, എന്ത് കഷ്ടപ്പെട്ടായിട്ട് ഇത്ര വക ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ പ്രശംസ കൊണ്ട് അഭിമാനം കൂടും. അഭിമാനം കൂടുമ്പോൾ അങ്ങനെയുള്ള കർമ്മം ചെയ്യാനുള്ള ധനം കടം വാങ്ങി ചെലവ് ചെയ്യും. ലോകം അങ്ങനെയാണ്. അഭിമാനത്തിന് വേണ്ടി കടം വാങ്ങി ചെലവാക്കും. മറ്റുള്ളവർ കീർത്തിച്ചാൽ പ്രകീർത്തിച്ചാൽ അവരൊന്ന് പുകഴ്ത്തിയാൽ മതി. അപ്പൊ തന്നെ ഓടി നടന്ന് എവിടുന്നെങ്കിലും ഇല്ലാത്ത കാശുണ്ടാക്കി സ്ഥലം വിറ്റ് ലോണെടുത്ത് കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് പലിശ കൊടുത്തൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ആ അഭിമാനം കൊണ്ട് ധനം കടം വാങ്ങി ചെലവ് ചെയ്യും. അവസാനം കടക്കാരുടെ ഉപദ്രവം താങ്ങാനാവാതെ കല്ലും മുള്ളും കൊണ്ട് സഞ്ചരിക്കുന്ന ഘോരമായ മറ്റെന്തെങ്കിലും ദുരിതക്കയത്തിലേക്ക് ചെന്ന് വീഴുക തന്നെ ചെയ്യും. ഇതൊരു ഗൃഹസ്ഥാശ്രമിന്റെ അവസ്ഥയാണ്. അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന എന്താ കർമ്മങ്ങളും അവരവരുടെ കഴിവനുസരിച്ചുള്ള കർമ്മവും അവരവരുടെ ധനസ്ഥിതി അനുസരിച്ചുള്ള കർമ്മവും മാത്രമാണ് അവരവർ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ കണ്ടു പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഒരിക്കലും ആവില്ല. ഒരാളെ പോലെ മറ്റുള്ള ലോകത്തിലാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും ചെടികളും നോക്കൂ, അവർക്ക് ഇത് കംപ്ലൈന്റ് ഇല്ല. ഒരിക്കലും തെങ്ങ് പരാതി പറയില്ല മാങ്ങയെ കണ്ടിട്ട്.
മാവിൻ ചോട്ടിൽ നൂറുകണക്കിന് ആൾക്കാർ വരുന്നു, ഓടി നടക്കുന്നു, മാങ്ങ പറിക്കുന്നു, തിന്നുന്നു, എന്തൊരു സന്തോഷം. എന്റെ അടുത്ത് ആരും വരുന്നില്ല. ഈ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടി തെങ്ങിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് മാവിന് അഭിമാനം കൂടിയിട്ട് കാര്യമില്ല. രണ്ടുപേരുടെയും രീതികളും സ്വഭാവങ്ങളും വ്യത്യസ്തങ്ങളാണ്. അങ്ങനെ ജീവിക്കാനേ പറ്റൂ. ലോകത്തിലുള്ള ജനങ്ങളും അത് കണ്ടിട്ട് ഞാൻ മറ്റുള്ളവരെ പോലെ ആകാനല്ല ശ്രമിക്കുന്നത്, എനിക്ക് എന്തുണ്ടോ അത് ഉപയോഗിച്ച് എന്റെ ഭാഗത്ത് ഞാൻ സ്വസ്ഥമായി കഴിയുക. അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം കല്ലും മുള്ളും നിറഞ്ഞ ഒരു കാന്താര വനം പോലെ ആയിത്തീരും. അതിലകപ്പെടാതിരിക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശമാണ്. ക്വചിത് ഗൃഹാശ്രമ കർമ്മചോദന അതിഭരഗിരിം ആരുക്ഷമാണോ ലോകം വ്യസനകർഷിതമനാഹം കണ്ടക ശർക്കരാക്ഷേത്രം പ്രവിശന്യവ ഫീദതി. ക്വചിത് ഗൃഹാശ്രമ കർമ്മചോദന അതിഭരഗിരിമാരുക്ഷമാണോ ലോകം വ്യസനകർഷിതമനാഹ കണ്ടക ശർക്കരാക്ഷേത്രം പ്രവിശന്യവ ഫീദതി. ക്വചിത് ഗൃഹാശ്രമ കർമ്മചോദന അതിഭരഗിരിമാരുക്ഷമാണോ ലോകം വ്യസനകർഷിതമനാഹ കണ്ടക ശർക്കരാക്ഷേത്രം പ്രവിശന്യവ ഫീദതി. ക്വചിച്ച ദുസ്സഹേന കായാഭ്യന്തരവന്യന ഗൃഹീതഭാര സ്വകുടുംബായ കൃത്യതി. ക്വചിച്ച ചിലപ്പോൾ, ദുസ്സഹേന സഹിക്കാൻ കഴിയാത്ത, കായ അഭ്യന്തരവന്യന ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന തീ കൊണ്ട്, കായം ശരീരം, അഭ്യന്തരം ഉള്ളിലുള്ള വന്യതീ, കായ അഭ്യന്തരവന്യന ഗൃഹീതഭാര ദഹിക്കപ്പെട്ട ബലത്തോടു കൂടിയവനായിട്ട്, ഗൃഹീതം പിടിക്കപ്പെട്ട ഭാരം ബലത്തോടു കൂടിയവനായിട്ട് സ്വകുടുംബായ കൃത്യതി സ്വന്തം കുടുംബത്തിനോട് കോപിക്കും. ഇവിടെ കാട്ടുതീയിൽ അകപ്പെട്ടു വലയും. എവിടാണെങ്കിൽ കാട്ടിലാണ്. അതെങ്ങനെയാണ് നാട്ടിൽ എന്ന് പറയാൻ പോവാണ്. ജഠരാഗ്നിയിൽ ബാധിക്കും. അത് കാട്ടുതീ പോലെയാണ്. അത് സഹിക്കാതാകുമ്പോൾ ഭാര്യാപത്രാദികളോട് കോപിക്കും. വിശപ്പ് സഹിക്കാൻ വരുന്ന പിന്നെ ദേഷ്യം ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ആയിരിക്കും. ഇത് നാട്ടിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഥകളാണ്. ഇത് തന്നെയാണ് കാട്ടില്. അതുകൊണ്ട് സംസാരം ഒരു വനം പോലെയാണെന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുകയാണ് ഓരോ ഉദാഹരണത്തിലൂടെ. ക്വചിച്ച ദുസ്സഹേന കായാഭ്യന്തരവന്യന ഗൃഹീതഭാര സ്വകുടുംബായ കൃത്യതി. ക്വചിച്ച ദുസ്സഹേന കായാഭ്യന്തരവന്യന ഗൃഹീതഭാര സ്വകുടുംബായ കൃത്യതി. സയവ പുനർ നിദ്ര അജകര ഗൃഹീതോ അന്ധേ തമസി മഗ്നഃ ശൂന്യാരണ്യേവ ശീതേ നാന്യർകിഞ്ചന വേദ ശവൈവ അപവിദ്ധഃ ഇവാപവിദ്ധ. സയവ അവൻ തന്നെ പുനഃ വീണ്ടും നിദ്ര ഉറക്കമാകുന്ന അജകര ഗൃഹീത പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടു. നിദ്ര അജകര ഗൃഹീതോ നിദ്രയാകുന്ന ഉറക്കമാകുന്ന പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിട്ട് അന്ധേ തമസി അന്ധമായ ഗാഠമായ ഇരുട്ടിൽ മഗ്നഃ അകപ്പെട്ടവനായിട്ട് ശൂന്യ അരണ്യവ ആരുമില്ലാത്ത കൊടുങ്കാട്ടിൽ എന്ന പോലെ ശേതേ കിടക്കുന്നു. അന്യ കിഞ്ചന വേദ മറ്റൊന്നും അറിയില്ല. ശവൈവ അപവിദ്ധ ശവം എന്ന പോലെ ത്യജിക്കപ്പെട്ടവനായിട്ട്. അപവിദ്ധൻ ത്യജിക്കപ്പെട്ടവൻ. ശവം ഉപേക്ഷിച്ചു പോകുമല്ലോ, അത് ആരും കൊണ്ടുപോകില്ല. തൽക്കാലത്തെ കൊണ്ടുപോയാൽ അത് ഉപേക്ഷിക്കാനുള്ളതാണ്. ഇനി കാട്ടിൽ മലമ്പാമ്പിന്റെ വായിൽ അകപ്പെടാം. കാട്ടിലെ സഞ്ചാരത്തിന്റെ ദോഷം അതാണ്. ഇതാണ് കാട്ടിലെ അവസ്ഥ. ഇതെങ്ങനെ നാട്ടിൽ വരും? ജാഗ്രത അവസ്ഥയിൽ ഒത്തിരി കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചാണ് ഒരു ഗൃഹസ്ഥാശ്രമി നിദ്രയിലേക്ക് അകപ്പെടുക. അത് മലമ്പാമ്പിന്റെ വായിൽപ്പെടുന്ന പോലെയാണ്. കാട്ടിൽ എറിഞ്ഞ ഒരു ശവം പോലെ ഒന്നും അറിയാതെ കിടന്നുറങ്ങും. എന്താണ്? മലമ്പാമ്പിനെ പോലെ ഇയാൾ പകല് മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് രാത്രിയിൽ ഒന്നും അറിയാത്തവനെ പോലെ ഒരു ശവം പോലെ കിടന്ന് എന്ത് ചെയ്യും? കിഞ്ചനം
കിഞ്ചന അന്യ കിഞ്ചന നവേദ, മറ്റൊന്നും അറിയത്തില്ല, ഉറക്കത്തിലൊന്നും അറിയത്തില്ല. ഉറക്കത്തിലെ അവസ്ഥ പെരുമ്പാമ്പ് ഒഴുങ്ങിയ അവസ്ഥ വന്നിട്ട് ഒരു കോരിട്ടിട്ടല്ല, ഒന്നും ഉറക്കത്തിൽ കാണാൻ പറ്റില്ല. ഈ അവസ്ഥ ഇവിടെ സുഷുപ്തി അവസ്ഥയിൽ ഭൗതിക ലോക ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഫയേവ പുനർ നിദ്രാജഗതഗൃഹീതോ അന്ധേ തമസേ മഗ്നഃ ശൂന്യാരണ്യേ വശേതേനാന്യത് കിഞ്ചന വേദ ശവൈവാപവിദ്ധഃ. ഫയേവ പുനർ നിദ്രാജഗതഗൃഹീതോऽന്ധേ തമസേ മഗ്നഃ ശൂന്യാരണ്യൈവ ശേതേനാന്യത് കിഞ്ചന വേദ ശവൈവാപവിദ്ധഃ. ഫയേവ പുനർ നിദ്രാജഗതഗൃഹീതോऽന്ധേ തമസേ മഗ്നഃ ശൂന്യാരണ്യൈവ ശേതേനാന്യത് കിഞ്ചന വേദ ശവൈവാപവിദ്ധഃ. കദാചിത് ഭക്തമാനദംഷ്ടോ ദുർജനദന്തശൂകൈ അലബ്ധ നിദ്രാക്ഷണോ വ്യഥിത ഹൃദയേന അനുക്ഷീയമാണ വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി. കദാചിത് ചിലപ്പോൾ ഭക്തമാന ദംഷ്ടോ, ഭക്തമാന ഭുജിക്കപ്പെട്ട ഭഞ്ജിക്കപ്പെട്ട, ദംഷ്ട തേറ്റപ്പല്ലുകളെയാണ് ദംഷ്ട്ര എന്ന് വിളിക്കുക. അഭിമാനമാകുന്ന തേറ്റപ്പല്ലാണ്, ഒന്നും അറിയില്ല. കുടിയവനായിട്ട് ദുർജന ദന്തശൂകൈ, ദുർജനങ്ങളാകുന്ന ദന്തശൂകങ്ങൾ, വിഷജന്തുക്കൾ, തേള് മുതലായ ദന്തശൂകങ്ങൾ, പാമ്പിനെയൊക്കെ വിളിക്കാം. ദന്തശൂകൈ അലബ്ധ നിദ്രാക്ഷണോ, ഒരു നിമിഷം പോലും ഉറക്കം കിട്ടാത്തവരായി. അലബ്ധ നിദ്രാക്ഷണ വ്യഥിത ഹൃദയേന, അങ്ങനെ ഉറക്കം വരാതെ ഉണ്ടാകുന്ന വ്യഥ. അതുകൊണ്ട് വ്യഥിത ഹൃദയേന അനുക്ഷീയമാണ്, ക്ഷീണിക്കപ്പെട്ടവനായിട്ട്, വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി, വിജ്ഞാനങ്ങളെല്ലാം ക്ഷയിച്ചു പോകും. ഒരറിവുമില്ലാതായിട്ട് അന്ധകൂപത്തിൽ, വെള്ളമില്ലാത്ത കിണറ്റിൽ ഒരു അന്ധനെ പോലെ ചെന്ന് വീഴുക തന്നെ ചെയ്യുന്നു. കാട്ടിൽ ചിലപ്പോൾ വിഷജന്തുക്കളുടെ കടിയേറ്റ് വീഴാം. പാമ്പ്, തേള് മുതലായ ഘോരങ്ങളായ ദുഷ്ട ജന്തുക്കളുടെ കടിയേറ്റ് വീഴാം. ഇത് കാട്ടിലെ അതുപോലാണ് നാടെന്ന് പറയാൻ പോവാ. ദുർജനങ്ങളാകുന്ന തേളുകളാണ് ഇവിടെയുള്ളത്. അവരുടെ പല്ലുകൾ, അഭിമാനമാകുന്ന പല്ലിനെ, അവരെ കൊണ്ട് അഭിമാനമാകുന്ന പല്ലിനെ കേടുതട്ടിയിട്ട് അതുകൊണ്ടുണ്ടാകുന്ന മനോദുഃഖം കൊണ്ട് ഉറക്കം പോലുമില്ല. അഭിമാനം ആരെങ്കിലും കവർന്നെടുത്താൽ, നഷ്ടപ്പെട്ടാൽ, ഇല്ലാതെ പോയാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ല. ഉറക്കം ഉണ്ടാവാതിരുന്നാൽ മനോദുഃഖം ഇരട്ടിയാകും. അതിരട്ടിയായാൽ പഠിച്ച സകല ശാസ്ത്രവിജ്ഞാനങ്ങളും നഷ്ടപ്പെട്ടു പോകും. അവസാനം ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ചെന്ന് വീണ് അധപ്പതനത്തിലേക്ക് പോകും. ഇതാണ് ഒരു മനുഷ്യന്റെ അധപ്പതനത്തിന്റെ അവസ്ഥ. കാട്ടിൽ വിഷജന്തുക്കളുടെ കടിയേറ്റ് വീഴുന്നത് പോലെ ഇവിടെയും ദുർജനങ്ങളാകുന്ന വിഷജന്തുക്കളുടെ കടിയേറ്റ് വീണ് അഭിമാനം നഷ്ടപ്പെട്ട് മനോദുഃഖം ഉണ്ടായി, സകല ജ്ഞാനവിജ്ഞാനവും നഷ്ടപ്പെട്ട് വെറുതെ നടന്ന് ഏതെങ്കിലും അന്ധകൂപത്തിൽ ചെന്ന് വീണ് അന്ധനെ പോലെ ആയിത്തീരുന്നു. കദാചിത് ഭഗ്നമാനദംഷ്ട്രോ ദുർജനദന്തശൂകൈരലബ്ധ നിദ്രാക്ഷണോ വ്യഥിത ഹൃദയേന അനുക്ഷീയമാണ വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി. കദാചിത് ഭഗ്നമാനദംഷ്ട്രോ ദുർജനദന്തശൂകൈ അലബ്ധ നിദ്രാക്ഷണോ വ്യഥിത ഹൃദയേന അനുക്ഷീയമാണ വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി.
കഥാചിത് ഭഗ്നമാനദംഷ്ട്രോ ദുർജന ദന്തശോകൈഃ അലബ്ധ നിദ്രാക്ഷണോ വ്യഥിത ഹൃദയേന അനുക്ഷീയമാന വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി. കഥാചിത് ഭഗ്നമാനദംഷ്ട്രോ ദുർജന ദന്തശോകേന അലബ്ധ നിദ്രാക്ഷണോ വ്യഥിത ഹൃദയേന അനുക്ഷീയമാന വിജ്ഞാനോ അന്ധകൂപേ അന്ധവത് പതതി. കർഹിഫ് മദ്യം കാമ മധുലവാൻ വിചിന്വൻ യഥാ പരദാര പരദ്രവ്യാണ്യവരുദ്ധമാനോ രാജ്ഞാ സ്വാമിഭിർവാ നിഹത പതത്യപാരേ നിരേ. കർഹിഫ് മദ്യം ചിലപ്പോഴാകട്ടെ കാമ മധുലവാൻ ക്ഷുദ്രങ്ങളായ കാമങ്ങളുടെ ലവമാകുന്ന മധു തേൻ, കാമ മധു ലവാൻ വിജുന്നൻ അന്വേഷിച്ചുകൊണ്ട് യഥാ കാട്ടിൽ തേൻ അന്വേഷിച്ചു പോകും. അന്വേഷിച്ച് എവിടൊക്കെ ചെന്ന് അകപ്പെടും, എന്തൊക്കെ ദുരിതങ്ങൾ അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വരും. നാട്ടിൽ തേൻ പോലെയുള്ള കാമസുഖത്തിന് വേണ്ടി ഓടുന്നവർ. കാമ മധു ലവാൻ വിചിന്വൻ അന്വേഷിച്ചുകൊണ്ട് യഥാ എപ്പോഴാണോ എന്താണ് ആ മധു പരദാര പരദ്രവ്യാണി അവരുദ്ധമാകൂ, അന്യന്റെ സ്ത്രീകളെയോ അന്യന്റെ ധനത്തെയോ അവരോധിക്കപ്പെടണം, അപഹരിക്കണം. ഇത് കാമത്തിന്റെ തീവ്രമായൊരവസ്ഥയാണ്. ഒന്നുകിൽ കാഞ്ചനം അല്ലെങ്കിൽ കാമിനി. സുന്ദരിയായ തന്റെ ഭാര്യയെ കൊണ്ടോ വരാഞ്ഞിട്ടില്ല, ലോകത്തിൽ എവിടൊക്കെയാണോ സുന്ദരിമാർ അവരെയൊക്കെ തന്നെ അപഹരിച്ചുകൊണ്ട് തന്റെ ധനം കൊണ്ടും അതേകഞ്ഞിട്ടില്ല, മറ്റുള്ള ധനമൊക്കെ തന്റെ കയ്യിലെത്തണം. പരദാര പരദ്രവ്യാണി അവരുദ്ധമാനോ, അങ്ങനെ അവനെ അവരോധിക്കപ്പെട്ട് രാജ്ഞാ സ്വാമിഭിർവ രാജാവിനാലോ അവരുടെ ഉടമസ്ഥനാലോ ആ സ്ത്രീയുടെയോ ധനത്തിന്റെ ഉടമസ്ഥനാലോ നിഹത കൊല്ലപ്പെടും. പതത്തി അപാരേതിരെ, അങ്ങനെ കൊല്ലപ്പെട്ടാലോ ഒരിക്കലും കരകയറാനാവാത്ത അപാരമായ നരകത്തിലേക്കാണ്, നിരയം നരകം. മരിച്ചുപോയി പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല, ഒരിക്കലും കരകയറാനാവാത്ത നരകത്തിലേക്ക് ചെന്ന് വീഴും. അപ്പോൾ കാട്ടിൽ തേൻ അന്വേഷിച്ചു പോകുന്നത് പോലെ ഇവിടെ തേൻ പോലെ അല്പനിമിഷത്തേക്ക് സുഖം നൽകുന്ന പരതാരങ്ങൾ പരധനങ്ങൾ അവയെ അപഹരിച്ചു പോയാൽ അവസാനം രാജാവിനാലോ ആ ധനത്തിന്റെയോ ആ സ്ത്രീയുടെയോ ഉടമസ്ഥനാലോ കൊല്ലപ്പെട്ടിട്ട് മരിച്ചത് കൊണ്ട് ഇവിടുന്ന് തീർന്നുപോയി വിചാരിക്കേണ്ട, ഒരിക്കലും കരകയറാനാവാത്ത ഒരു നരകത്തിൽ ചെന്ന് അകപ്പെടും. കർഹിഫ് പഞ്ചൽ കാമ മധുലവാൻ വിചിന്വൻ യഥാ പരദാര പരദ്രവ്യാന്യ അവരുദ്ധാനോ രാജ്ഞാ സ്വാമിഭിർവാ നിഹത പതത്യപാരേ നിരേം. കർഹിഫ് പചിത് കാമ മധുലവാൻ വിചിന്വൻ യഥാ പരദാര പരദ്രവ്യാന്യ അവരുദ്ധാനോ രാജ്ഞാ സ്വാമിഭിർവാ നിഹത പതത്യപാരേ നിരേം. കർഹിഫ് മചിത് കാമ മധുലവാൻ വിചിന്വൻ യഥാ പരദാര പരദ്രവ്യാന്യ അവരുദ്ധാനോ രാജ്ഞാ സ്വാമിഭിർവാ നിഹത പതത്യപാരേ നിരേം. അഥജാ തസ്മാത് ഉഭേധാഭിഃ കർമാസ്മിന്നാത്മനഃ സംസാരാപവനം ഉദാഹരന്തി. അഥജ എന്നിട്ട്
കേൾക്കാമല്ലോ? കേൾക്കാം സർ. ഒരു അപ്ഡേഷൻ വന്ന് അറിയാതെ പറഞ്ഞാൽ അങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് വന്നിട്ട് അത് മുഴുവൻ കഴിയാതെ ഓൺ ചെയ്യാൻ പറ്റാതെ നിന്നുപോയി. ഇപ്പോഴാണ് അതാനെ ശരിയായിട്ട് വരണം. അങ്ങനെ ആയതാ. ഇപ്പൊ നമുക്ക് ഈ ശ്ലോകങ്ങളും കൂടെ നമുക്ക് തീർത്ത് നിർത്താം. അഥച തസ്മാദുഭേദാഭിഹി കർമ്മ അസ്മിന്നാത്മന സംസാരാപവനം ഉദാഹരന്തി. അഥച ഇനിയും, തസ്മാത് അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ വനം പോലെയാണ് ഈ സംസാര ജീവിതം എന്ന് അറിയുന്നത് കൊണ്ട് ഉഭയതാഥ അപിഹി കർമ്മ, രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ, ഐഹികവും പാരത്രികവുമായ കർമ്മങ്ങൾ, ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കും വേണ്ടിയുള്ള കർമ്മങ്ങൾ. വേദാന്ത ഭാഷയിൽ പ്രവൃത്തി നിവൃത്തി എന്ന് പറയും. ഇഹലോക കർമ്മങ്ങളൊക്കെ പ്രവൃത്തികളാണ്. അതിൽ നിന്ന് നിവൃത്തി കിട്ടി പരലോകത്തിലേക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നിവൃത്തി കർമ്മങ്ങളാണ്. രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ. ഉഭയഥ അപി കർമ്മ അസ്മിൻ, ഇവിടെ, ഇതില്, ഈ കർമ്മമാർഗത്തിൽ ആത്മനഃ ഒരുവൻ ചെയ്യുന്ന കർമ്മങ്ങൾ രണ്ട് ലോകത്തിലേക്കും വേണ്ടിയുള്ളതാണ് എന്ന് സംസാര അപവനം, സംസാരത്തിന് വേണ്ടിയുള്ള അവപനം എന്നാണ്. സംസാര അപവനം എന്നാണ് എഴുതിയേക്കുന്നല്ലേ? അവപനം എന്നാ വേണ്ടത്. സംസാര അവപനം എന്നാണ് വാക്ക്. ഇതിനകത്ത് പായ ആദ്യം വന്നിരിക്കുന്നു, വാ ആദ്യം വരണം, പിന്നെ വാവെന്നാണ്. അവപനം എന്നാണ് വാക്ക്. അവപനം എന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കുന്നതിന്റെ പേരാണ്. സംസാരത്തിൽ ജനിക്കാനും മരിക്കാനുമുള്ള വിത്താണ് ഈ കർമ്മങ്ങളെന്ന് അറിവുള്ളവർ ഉദാഹരിച്ച് പറയുന്നു. രണ്ട് തരം കർമ്മങ്ങളും. ഇത്രയും നേരം വ്യാഖ്യാനിച്ചതിന്റെ ആകെ തുക എടുത്തു പറയുക. ഭൗതിക ലോക ജീവിതം അല്ലെങ്കിൽ സംസാര ലോക ജീവിതത്തിന്റെ കർമ്മങ്ങൾ, ആ കർമ്മമാർഗത്തിന്റെ ഫലം, ഈ പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ടവന്റെ കർമ്മം, ആ കർമ്മത്തിന്റെ ഫലം ഇഹത്തിലും പരത്തിലും സുഖദുഃഖ രൂപങ്ങളായ ഭോഗങ്ങൾക്ക് കാരണമാണ്. അത് സംസാരത്തിന്റെ ഉപരതി ഉണ്ടാവുന്നില്ല എന്ന് അറിവുള്ളവർ അറിയും. വീണ്ടും വീണ്ടും സംസാരത്തേക്ക് ജനിക്കാനുള്ള വിത്തുപാകലാണ് ഈ കർമ്മം. ഈ കർമ്മവാസനകളാണ് അടുത്ത ജന്മത്തിന് കാരണം. കർമ്മവാസനകളെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ജന്മം ഉണ്ടാവാതിരിക്കൂ. ഭൗതിക ലോക ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരുതരം വിത്തുപാകലാണ്, സംസാരത്തിന് വേണ്ടിയുള്ള അവപനമാണ്, വിത്ത് വിതയ്ക്കലാണ്. അത് കിളിച്ച് മുളച്ചു വന്ന് കിളുത്ത് കായുണ്ടായി, അത് പിന്നെയും വിത്തായി ഇവിടെ കിടന്ന് വീണ്ടും ഇങ്ങനെ ജനനമരണങ്ങളാകുന്ന സംസാര ദുഃഖങ്ങൾ നിരന്തരമായും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിന്നുള്ള മുക്തിയാണ് വേണ്ടത്. കർമ്മബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ് വേണ്ടത്. കർമ്മം ബന്ധനമായി തീരുന്നതാണ് മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കർമ്മബന്ധത്തിൽ അകപ്പെടാതെ ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് അറിവുള്ളവർ പറയും. അതിനാണ് ഈ സംസാര ജീവിതം ഒരു വനജീവിതം പോലെ ദുസ്സഹമാണ് എന്ന് വരച്ചു കാണിച്ചതിന് വേണ്ടിയാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് വിരക്തി ഉണ്ടാകുക തന്നെ ചെയ്യണം. ആസക്തി അല്ല വേണ്ടത്. അങ്ങനെ വിരക്തി ഉണ്ടാക്കാൻ പാകത്തിനാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു വനം പോലെയാണ്, വനയാത്ര പോലെയാണ്. വനത്തിൽ അകപ്പെട്ടവനെ പോലെ ക്ലേശകരമാണ് സംസാരമാകുന്ന വനത്തിൽ അകപ്പെട്ടാൽ. അത് ഏതൊക്കെയാണെന്ന് വിചിത്രമായ പല പല വഴികൾ കൂടി അനുഭവങ്ങൾ കൂടി കാണിച്ചു തന്നിട്ട് ഇനിയും ഏതു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ബന്ധനത്തിന് കാരണമാവരുത് എന്ന് സങ്കല്പിക്കണം. ഇനിയും എനിക്കൊരു ജന്മവും മരണവും ഇവിടെ ഉണ്ടാവരുത്. രണ്ടിൽ നിന്നുമുള്ള മുക്തിയാണ് എനിക്ക് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഈ സംസാരത്തെക്കുറിച്ച്
സംസാരമാകുന്ന കാട്ടിനെ കുറിച്ച് ഉപന്യസിച്ചത് എന്ന് മനസ്സിലാക്കണം എന്ന് ഈ പ്രകൃതത്തിന്റെ ഒരു ഭാഗത്തെ ഉപസംഹരിച്ചുകൊണ്ട് പറയാം. അഥ തസ്മാദുഭയഥാഭിഹി കർമ്മ അസ്മിന്നാത്മന സംസാരാവപനൗ ഉദാഹരന്തി. അഥ തസ്മാദുഭയഥാഭിഹി കർമ്മ അസ്മിന്നാത്മന സംസാരാവപനം ഉദാഹരന്തി. അഥ തസ്മാദുഭയഥാഭിഹി കർമ്മ അസ്മിന്നാത്മന സംസാരാവപനം ഉദാഹരന്തി. നമ്മുടെ സമയം അതൊക്കെ നമുക്ക് അവിടെ ഉപസംഹരിക്കാം. ഇത് ഒരു ഭാഗവുമാണ്. അടുത്ത ഭാഗം വരെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. സംശയമുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറ് ആജകരമാണോ അജകരമാണോ? അജകരം. ഇവിടെ ദീർഘം ഇടുമ്പോ അത് ദീർഘം വരികയല്ലേ സാറേ? ദീർഘം അപ്പുറത്താക്കും. ആഖ്യാവരില്ലല്ലോ. ആർക്കും സംശയമില്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഗച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.